എന്നാ സാരതെ, എന്നാ നീ നോക്കുന്ന ഗ്യാസ് തീർന്നു ഭണ്ഡാരം. നിന്റെ വീട്ടില് ഗ്യാസ് തീർന്നതിന് നീ ഇവിടെ വന്നിട്ട് എന്താ നോക്കുന്നത്? യുദ്ധം കാരണം ഗ്യാസ് കിട്ടുന്നില്ലാന്ന് കുറച്ച് വിറകുണ്ടോ നോക്കാൻ വേണ്ടി നോക്കിയതാ. എവിടെയോ യുദ്ധം നടക്കുന്നതിന് ഇവിടെ ഗ്യാസ് കിട്ടുന്നില്ല. അതിന് നീ ഇവിടെ വന്നിട്ട് എന്റെ പറമ്പിൽ നോക്കുന്നതിനാണ്. വേറെ എവിടെയെങ്കിലും പോയിട്ട് വിറക് നോക്ക്. എന്റെ ചെറുപ്പത്തില് നിന്റെ പറമ്പിൽ ഞാൻ മാങ്ങ വറക്കാൻ വന്നിരുന്നേ. അപ്പൊ നിന്റെ അച്ഛൻ എന്നെ ഓടിച്ചിട്ട് അടിച്ചിന്, അറിയാം? ആ മാങ്ങ തന്നാല് വയറ്റിൽ പുസ്കടി വരും. അതുകൊണ്ടാന്ന് അച്ഛൻ ചീത്ത പറഞ്ഞു നിന്ന. നീ അതൊന്നും മറന്നിട്ടില്ല അല്ലേ? അത് പിന്നെ എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ പട്ടിണിയല്ലേ. വിശപ്പ് ഇത് മാറണമെങ്കിൽ എന്തെങ്കിലും ചക്കയോ മാങ്ങയൊക്കെ തിന്നാൻ കിട്ടും, അത്രേ ഉള്ളൂ. അത് നീ പറഞ്ഞ ശരി തന്നെ. ഇപ്പം ചില ആൾക്കാർക്ക് വിശപ്പ് മാറണമെങ്കിൽ ബിരിയാണി തന്നെ വേണം. എന്താ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ വീട്ടിലേക്ക് വാ, എനിക്ക് ഇഷ്ടം പോലെ മാങ്ങാ തരാം. നീ ആള് കൊള്ളാലോ. ഇപ്പൊ ഇതായിരിക്കാൻ വേണ്ടി റോഡിലെല്ലാം വീണ് കിടക്കുന്നുണ്ട് ചക്കയും മാങ്ങിയാലോ. ഒരാള് തിരിഞ്ഞു നോക്കുന്നില്ല, അറിയാം. എന്നപ്പം ഞാൻ പോന്നിട്ട് വാ. എന്നിട്ടിപ്പൊ ഓള് എന്റെ പറമ്പിൽ വിറക് വറക്കാൻ വന്ന് നിൽക്കുന്നു. ഈ വിറക് വറക്കിന് നല്ല അടി തരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പോയിട്ട് വേറെ എവിടെയെങ്കിലും വിറകുണ്ടോന്ന് നോക്ക്. പോ. അവിടെ കുറച്ച് വിറകുണ്ടല്ലോ. ഇതാരിത് വിറകെല്ലാം പറക്കി കൊണ്ടുപോകുന്നു? ആരിത്? നമ്മള് ശാരദച്ചി. ശാരദച്ചി, നിങ്ങൾ ആള് കൊള്ളാലോ. അല്ലപ്പാ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? ഞാൻ തന്നെ ഗൾഫുകാരൻ കൃഷ്ണൻ. അത് പിന്നെ നിങ്ങൾ ആള് കൊള്ളാലോ. ഇത് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കുക നിങ്ങൾ ആരാണെന്ന്. കൊള്ളാം കൊള്ളാം. ഇത് നിങ്ങളെ വീടാ? നീ നല്ല വെളുപ്പാന്നല്ല ഉണ്ടായിനി, നീ എന്താ ഇപ്പൊ കറുത്തിട്ട്? അത് പിന്നെ ഞാൻ ഗൾഫിലുണ്ടായത്. ഇറാൻ ഒരു മിസൈൽ വിട്ട് അത് പരിസരത്ത് ഇവിടെ വന്ന് വീണ് അതിന്റെ പുക കൊണ്ട് ഞാൻ ഇങ്ങനെ ആകെ കറുത്തു പോയി. എന്താ ചെയ്യാ? അല്ല, നിന്റെ വീട്ടിലെല്ലാം ഗ്യാസ് ഉണ്ടാ? എന്റെ വീട്ടിൽ ഇപ്പൊ ഗ്യാസ് ഉണ്ട്. മാത്രല്ല എന്റെ വയറ്റിലും ഗ്യാസ് ഉണ്ട്. ഞാൻ കുറച്ച് വിറക് വറക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്റെ വീട്ടില് ഗ്യാസ് തീർന്നു പോയി. നിങ്ങള് വിറക് വറക്കാൻ വേണ്ടി കണ്ട വീട്ടിലെല്ലാം കയറി ഇറങ്ങി. പക്ഷെ ഇത് ഇപ്പൊ എന്റെ വീടാണ്, അറിയാ? അതെയാ? ഏതായാലും നിങ്ങൾ ആള് മാറി ഇവിടെ കയറിയതല്ലേ. ഒരു കാര്യം ചെയ്യോ, 1-2 വിറക് എടുത്തോ. എന്നാ തന്നേപ്പാ, ഞാൻ പോയേക്കാ. അത് പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ തരാൻ പറ്റൂല. കാരണം എന്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാലേ വലിയ പ്രശ്നമാണ്. വൈകുന്നേരം എന്താ ഇവിടെ ഭാര്യ ഉണ്ടാവൂലേ? ഇല്ല, വൈകിട്ട് ഇവിടെ കുടുംബശ്രീ മീറ്റിങ്ങിന് പോകും. ഓരോരോ അലമ്പ്. ഞാൻ നിങ്ങൾക്ക് 2 ലക്ഷം വിറക് തന്നാല് അവളത് അറിഞ്ഞാല് വേറൊരു വിറക് എടുത്ത് അവളെന്റെ കാല് തല്ലി ഓടിക്കും, അറിയോ? എന്റെ വിറകും വേണ്ട, ഒന്നും വേണ്ട, സമാധാനം കിട്ടിയാ മതി. ശാരദച്ചി, ഞാൻ നിങ്ങളെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എന്താ കാര്യം? നീ ആരാന്ന്? ഞാൻ കൊറിയർ സർവീസിൽ നിന്ന് വരുന്നത്. കൊടകിൽ നിന്ന് നിങ്ങൾക്കൊരു പാർസൽ ഇടും. ദിനേശൻ കെ, അവനാണ് ഇത് അയച്ചത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ വാങ്ങിക്കോ. എന്നാ പിടിച്ചോ. നോക്കി നിൽക്കാണ്ട് വാങ്ങുന്ന്. നിങ്ങളിങ്ങനെ നോക്കി നിൽക്കാതെ കണ്ട് അത് ഓപ്പണാക്കി നോക്കുന്ന്. നമുക്ക് എന്തെന്നാ സാധനം എന്നാന്ന് കാണാലോ. പെട്ടെന്ന് തുറക്ക്. അങ്ങനെ അല്ല, ഇതെന്ന് സംഭവം വിറകാ. അത് ഗ്യാസ് കിട്ടാനുള്ള യുദ്ധം കാരണം. അപ്പൊ വിറകും കിട്ടാനില്ല. അപ്പൊ ചില സ്ഥലത്ത് ഇതുപോലെ കൊറിയറിൽ ഇതുപോലെ വിറക് പാർസലായി വന്നിട്ടുണ്ട്. അതൊക്കെ കൊടുക്കാനുണ്ട്. എന്നാ ശരി, ഞാൻ പോവാം. ഏതായാലും കൊടകിൽ ജോലി ചെയ്യുന്ന മകൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിറക് അയച്ചെന്നത് ഇപ്പൊ ഉപകാരപ്പെട്ടല്ലോ. ചെല്ലു പോയി ചോറും കറിയും വെക്ക്. വിറകൊക്കെ കൊറിയറിൽ വരാൻ തുടങ്ങി. എന്താ ചെയ്യാ?